JRCM ഉറക്കെ പറഞ്ഞേ JRCM. ഇത് നമുക്ക് വളരെ വലിയ സന്തോഷത്തിന്റെ ദിവസങ്ങളിൽ ഒന്നാണ്. RCM 25 വർഷം പൂർത്തീകരിച്ചതിന്റെ സിൽവർ ജൂബിലി സെലിബ്രേഷന്റെ ഭാഗമായി നടക്കുന്ന രഥസപ്തമി സെലിബ്രേഷൻ ആണ് ഇന്നിപ്പോൾ തൃശ്ശൂർ നടക്കുന്നത്. നിങ്ങൾക്കറിയാം, RCMന്റെ ഉപജ്ഞാതാവായ TCGയുടെ ജന്മദിനത്തിൽ സെപ്റ്റംബർ 16-ാം തീയതി ഭിൽവാരിൽ നിന്നാണ് ഈ എന്താ പറയുക രൂപാന്തര യാത്ര സെലിബ്രേഷൻ ആരംഭിച്ചത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് 100 സിറ്റികളിലൂടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അതിൽ 75 സിറ്റുകളിൽ ഇത്തരത്തിലുള്ള രഥസപ്തമി സെലിബ്രേഷൻ ആണ്. 20 സിറ്റുകളിൽ രൂപാന്തര യാത്ര സെലിബ്രേഷൻ, അവിടെ റെക്കഗ്നിഷനും സെലിബ്രേഷനും ഒക്കെ ഉണ്ടാകും. 5 സിറ്റുകളിലാണ് സിൽവർ ജൂബിലി സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ചത്. അതിലൊന്നാണ് നാളെ കൊച്ചിയിൽ സിയാലിൽ നടക്കാൻ പോകുന്നത്. ഒരിക്കൽ കൂടി ഉത്സാഹത്തോടു കൂടി JRCM. അങ്ങനെ ഇന്ത്യയിൽ 5 സെലിബ്രേഷൻ സെലക്ട് ചെയ്ത സിറ്റിയിൽ ഒന്ന് കേരളമാണെങ്കിൽ കേരളത്തെ ടീമിന്റെ പ്രൗഢി എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ന് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം, നമ്മുടെ സൗരഭ് ചന്ദ്ര സാറ് പറഞ്ഞത് 25 വർഷം കൊണ്ട് RCM എന്താണോ നേടിയത് അത് അടുത്ത 5 വർഷം കൊണ്ട് നമ്മൾ നേടണം. RCMന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് സേവ, സ്വാസ്ഥ്യ, സംസ്കാർ എന്ന് പറഞ്ഞാൽ സേവനം, ആരോഗ്യം, എന്താണ് സംസ്കാരം. അപ്പോ ഒരാള് ഡിസിപ്ലിൻഡ് എന്ന് പറയുമ്പോൾ എന്താണ് വിവക്ഷിക്കുന്നത്? നിങ്ങളൊരു വ്യക്തിയിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത്, സമൂഹം എന്താണോ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, കുടുംബാംഗങ്ങൾ എന്താണോ ഒരു വ്യക്തിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആ രീതിയിലുള്ള പ്രവർത്തനമായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ആളുകളെയാണ് ഡിസിപ്ലിൻഡ് എന്ന് പറയുക, അച്ചടക്കമുള്ളവരാണ് എന്ന് പറയുക. അങ്ങനെ അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുക മാത്രമല്ല, RCMന്റെ ഈ വലിയ പ്രസ്ഥാനത്തിന്റെ ഫോർമുല ഡിസൈൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും സ്വയം പര്യാപ്തരാക്കുകയും തലമുറകളോളം അവർക്ക് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും ചെയ്യുക. അങ്ങനെ അൾട്ടിമേറ്റ്ലി ഒരു നവഭാരത നിർമ്മാൺ അത് യാഥാർത്ഥ്യമാക്കുക. അതാണ് RCMന്റെ ലക്ഷ്യം. അതിന് നമുക്ക് കൂട്ടായി പ്രവർത്തിക്കണം. ഒരു കാരണവശാലും നമ്മുടെ ഫോക്കസ് മാറാൻ പാടില്ല. എന്താണോ നമ്മൾ വെക്കുന്ന ലക്ഷ്യം അത് നേടുന്നത് വരെ നമ്മൾ ഇതിൽ ഉറച്ചു നിൽക്കുകയും തുടർന്ന് പ്രവർത്തിക്കുകയും ചെയ്യണം. റെഡിയാണോ? അങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് സോൾജിയർ ആയിട്ട്, RCMന്റെ ഒരു സേവകമായിട്ട് നമ്മൾ എന്തുകൊണ്ടാകണം. ആർ യു റെഡി? യെസ്. അപ്പോ ഈ സന്ദേശം നമ്മൾ നമ്മുടെ ടീമിൽ എല്ലാവരിലേക്ക് എത്തിക്കണം. നാളെ ഭൂരിപക്ഷം ആളുകളുമായിട്ട് നമ്മൾ രണ്ടാം തീയതി നടക്കുന്ന സെലിബ്രേഷനിൽ പങ്കെടുക്കുക. അപ്പൊ വിഷ് ഓൾ ദി ബെസ്റ്റ് JRCM.